തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കേവലം 3.5 കിലോമീറ്റർ മാത്രം മാറി കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തായിട്ട്, അതായത് കണിയാപുരം കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് 700 മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഇതിൽ പകുതിയോളം പ്ലോട്ടുകൾ പോയിട്ടുണ്ട്. അതിൽ പല പ്ലോട്ടുകളിലും വീടുകൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ കാണുന്നത് നമ്മുടെ ഉള്ളൂരുള്ള ഒരു അഡ്വക്കേറ്റാണ് ഈ ഒരു വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ അകത്തോട്ട് അവിടെ ഒരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല പ്ലോട്ടുകൾ സെയിലായിട്ടുണ്ട്. ഈ പ്ലോട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്കുള്ള ഈ ഒരു റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് 7 മീറ്റർ വിഡ്ത്തിലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ റോഡ് ഫ്രണ്ടേജിൽ 7 മീറ്റർ വിഡ്ത്തുള്ള റോഡ് ഫ്രണ്ടേജിൽ 2 പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. ഇതാ ഈ കാണുന്നൊരു പ്ലോട്ട്, ഈ കാണുന്നൊരു പ്ലോട്ട്. പിന്നെ അല്ലാണ്ട് അകത്തേക്ക് വരുന്നത് 5 മീറ്റർ വിഡ്ത്തിലുള്ള റോഡ് ഫ്രണ്ടേജ് ആണ്. ആ പ്ലോട്ടുകൾ നമുക്ക് അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കോമൺ ഏരിയയും കൂടെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ജിമ്മ്, പാർക്ക്, അതുപോലെ തന്നെ ഒരു യോഗ സെൻറ്റർ, അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു കോമൺ ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം കിടുക്കാച്ചി ഓഫർ വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കണിയാപുരം ജംഗ്ഷനിൽ ദേ കാണുന്നത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റാണ്. അതായത് കഴക്കൂട്ടത്ത് വരുമ്പോൾ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കുന്നിലിൻ്റെ പാർക്കിംഗ് ഒക്കെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റോഡ് വഴിയാണ് കയറേണ്ടത് കേട്ടോ. റോഡ് നല്ല വീതിയുള്ള റോഡാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വർക്ക് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മറച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതുവഴി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് 700 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഓപ്പോസിറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഷിഫ മെഡിക്കൽ സെൻറ്റർ, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡേ പോയാൽ മതിയാവും. ഇതിങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇടത്തോട്ട് തിരിയണം. അത് ഞാൻ വഴി ഇതിലേക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് കാണുന്ന റോഡ്, ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് തിരിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും ഇതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് 3 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ലേ ഔട്ട് ഇട്ടേക്കാം. അതിനകത്തൊരു 20 സെൻറ്റായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സ്ട്രിപ്പുണ്ട്. ആ സ്ട്രിപ്പിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം 3 സെൻറ്റോ 3.5 സെൻറ്റോ വീതമുള്ള പ്ലോട്ടുകളാക്കി മുറിച്ച് വാങ്ങാനും സാധിക്കും. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് കേട്ടോ. ഇതേ സെയിം ഡെവലപ്പേഴ്സിൻ്റെ തന്നെ ഒരു വില്ല പ്രോജക്റ്റ് അവരുടെ അടുത്ത ഫേസിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുവാണ്. നമുക്ക് ഈ സൈഡിൽ ഏകദേശം 2.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത് അങ്ങേ അറ്റത്തൂടെ ഒരു ലൈൻ കമ്പി പോകുന്നുണ്ടോ, അത് നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരറ്റത്ത് വന്നിട്ട് ഒരു കോർണറിൽ വന്നിട്ട് ടച്ച് ആവുന്നുണ്ട്. ആ സ്പേസ് അത്രയും നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു കോമൺ ഏരിയയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വീടുകളൊന്നും വരത്തില്ല, ആ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഡെവലപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കാവുന്നതാണ്. നമുക്കിതാ ഈ 7 മീറ്റർ ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജിൽ വരുന്ന 2 പ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് പ്രൈസ് വരുമ്പോഴത്തേക്കും പെർസെൻറ്റ് 7.5 ലക്ഷം രൂപയും. ബാക്കിയുള്ള എല്ലാ പ്ലോട്ടുകളും ഈ 5 മീറ്റർ ഫ്രണ്ടേജിൽ വരുന്ന പ്ലോട്ടുകളെല്ലാം തന്നെ പ്രൈസ് വരുന്നത് 6.25 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. കണിയാപുരം ജംഗ്ഷനിൽ ബസ് ഡിപ്പോയിൽ നിന്ന് അവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.1 കിലോമീറ്റർ ആണ്. കഴക്കൂട്ടത്ത് നിന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 3.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ കണിയാപുരം ജംഗ്ഷനിൽ തന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അൽഷിഫ ഹോസ്പിറ്റൽ, അതുപോലെ ഇവിടെ നിന്ന് ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4-ലേക്കൊക്കെ നമുക്ക് ഈസി ആക്സസ് ആണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ പള്ളിപ്പുറം ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4, അവിടേക്കൊക്കെ ഫേസ് 4-ലേക്ക് ഏകദേശം 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. സണ്ടക്കിൻ്റെയും TCSൻ്റെയും ക്യാമ്പസൊക്കെ അതിൽ നിന്നും വളരെയേറെ അടുത്താണ്. അതുപോലെ തന്നെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 മുതൽ 3 വരെയാണെങ്കിലും നമുക്ക് ഈസി ആക്സസ് ആണ്. ഇപ്പം നമുക്ക് കഴക്കൂട്ടം മെട്രോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ കഴക്കൂട്ടം വന്നിട്ട് അവിടെ നിന്ന് ടെക്നോ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകുന്ന രീതിയിലാണ് അലൈൻമെൻറ്റ്. ഇപ്പം ലാസ്റ്റത്തെ അലൈൻമെൻറ്റ് കൺഫേം ആക്കിയിട്ടുള്ളത്. പക്ഷേ ആദ്യം അവർ പറഞ്ഞിരുന്നത് പള്ളിപ്പുറം വരേക്കും വരുമെന്നായിരുന്നു കേട്ടോ. പക്ഷേ അതിപ്പോൾ നിലവിലായിട്ടില്ല. അടുത്ത് ഉടനെ തന്നെ അതിൻ്റെ അപ്രൂവലിന് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് സെൻട്രൽ അപ്രൂവലെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു മെട്രോ വന്നിട്ട് നമുക്ക് പള്ളിപ്പുറം വരെ പിന്നെ ആറ്റിങ്ങൽ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ പ്രോപ്പർട്ടി കൂടുതലും വാങ്ങിയിട്ടുള്ളത് VSSCയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു 6-7 പേര് ചേർന്ന് ഇതിനകത്ത് പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം VSSCയിലും നമുക്ക് ഇങ്ങോട്ടേക്ക് ഈസിലി വരാം. അതുപോലെ തന്നെ ടെക്നോ പാർക്കിൻ്റെ ഈ ഫേസുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈസിലി വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. ആ രീതിയിൽ ഒരു ഹൈലൈറ്റ് ലൊക്കേഷനാണ്. അകത്തേക്കുള്ള റോഡൊക്കെ നല്ല വീതിയുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് ഡെവലപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.